ഹലോ ഗായ്സ്, ഇന്നലെ നമ്മൾ ദുബായിൽ നഗരത്തിലൂടെ ഒരു നൈറ്റ് റൈഡ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് പകൽ സമയത്തെ കാഴ്ചകൾ കാണാം. അപ്പം നമുക്ക് നേരെ ദുബായ് സിറ്റിയിലേക്ക് പോവാം. ഇന്നലെ നമ്മളിതാ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമ്മുടെ വില്ലേയിൽ നിന്ന് ഇവിടെ ഷോർട്ട് കട്ടുകളുണ്ട്, ഇതിൽ കൂടിയും വരാം, നേരെ നമ്മളിപ്പോൾ വന്ന വഴി കൂടിയും വരാം. അപ്പം നമ്മൾ ഇന്ന് വേറെ വഴി കൂടിയാണ് വന്നത്, അതുകൊണ്ടാണ് അവിടെ നിന്ന് വന്നത് കേട്ടോ. ഇപ്പം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ബിൽഡിങ്ങുകളിലേക്കൊക്കെ സൺഷൈൻ അടിച്ച് നിൽക്കുന്നത് കണ്ടോ. നല്ല ഷൈനിങ് ആണ് ഈ സമയത്ത്. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് അവിടുത്തെ ഫുട്ടേജുകളൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ നേരെ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ, ഒരു പെൻസിൽ പോലെ ടോപ്പിലൊരു ബ്ലൂ കളറായിട്ട്. ആ ബിൽഡിങ്ങിന്റെ പേരാണ് ചർച്ചിൽ റെസിഡൻസ് എന്ന്. വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസോട് കൂടിയ ഒരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അത്. കംഫർട്ടബിളും സ്റ്റൈലിഷും ആയിട്ടുള്ള ലിവിംഗ് സ്പേസുകളാണ് അതിലുള്ളത്. ഇതിൽ ഏറ്റവും അറ്റത്ത് കാണുന്ന ഒരുപോലെ തോന്നുന്ന രണ്ട് ബിൽഡിങ്ങുകൾ കണ്ടോ. JW മാരിയോട്ട് മാർക്കിസ്റ്റ് ഹോട്ടൽ എന്നാണ് അതിന്റെ പേര്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും ഈ വീഡിയോയിലാണെങ്കിലും ദുബായ് സിറ്റിയുടെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ദുബായ് ഫ്രെയിം ഉണ്ട്, ബുർജ് അൽ അറബ് ഉണ്ട്. ബുർജ് അൽ അറബ് നമ്മൾ പാം ജുമൈറയുടെ വീഡിയോയിൽ കാണിച്ചിരുന്നു. പിന്നെ ദുബായ് ഫ്രെയിമിലേക്ക് ഇനി പോകണം. ഈ നേരെ കാണുന്ന വലിയ ബിൽഡിങ്ങിന്റെ പേര് പാരാമൗണ്ട് മിഡ് ടൗൺ എന്നാണ്. റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് രണ്ട് ടവറുകൾ ഒരുപോലെ നിൽക്കണില്ലേ, അതിന്റെ പേരാണ് ആസ്പെക്ട് ടവർ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റ് പോയ അതേ വഴിയാണ് കേട്ടോ ഇത്. ഈ ലെഫ്റ്റ് സൈഡിലൊരു പ്രത്യേകതരം ഷേപ്പിലൊരു ബിൽഡിംഗ് കാണില്ലേ, അതിന്റെ പേരാണ് അൽ ഹിക്മ ടവർ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അഡ്രസ് സ്കൈ വ്യൂ ടവറാണ് കാണുന്നത്. ഇവിടെ ഒരു മൂങ്ങയുടെ ഫേസ് പോലൊരു ടവർ കാണുന്നില്ലേ, അതിന്റെ പേരാണ് സിംഗിൾ ബിസിനസ് ടവർ. അതിനടുത്തുള്ളത് ടൈറ ഈസ്റ്റ് ടവർ. പിന്നെ ഇപ്പൊ ഏത് ബിൽഡിംഗാ പറയാ, ഇതിനൊക്കെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് പോണത് കൊണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ആ ബിൽഡിങ്ങിന്റെ പേരെന്താണെന്നറിയോ, സ്റ്റെപ്പ് പോലെ കാണുന്ന അതിന്റെ പേരാണ് ബോളിവാർഡ് ഹൈറ്റ്സ് റെസിഡൻഷ്യൽ ടവർ. ബുർജ് വിസ്റ്റ എന്നാണ് ഈ ബിൽഡിങ്ങിന്റെ പേര്. ഗ്രാൻഡ് ബോളിവാർഡ് ടവർ എന്നും അറിയപ്പെടുന്നു. ദുബായ് മാളിനെയും MR സ്ക്വയറിനെയും കണക്ട് ചെയ്യുന്ന ഒരു മോഡേൺ പെഡാസ്ട്രിയൻ ബ്രിഡ്ജാണ് ഇത്. ഈ ബിൽഡിങ്ങിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അഡ്രസ് സ്കൈ വ്യൂ ടവർ 5 സ്റ്റാർ ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളൊക്കെയാണ് അതിലുള്ളത്. നമ്മുടെ ദുബായിന്റെ എല്ലാമായ ഗിന്നസ് റെക്കോർഡ് വരെ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്തെത്തിട്ടോ. ഈ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. 828 മീറ്റർ, അതായത് 2722 അടി ഉയരമാണ് ഇതിനുള്ളത്. ദുബായിൽ എവിടെ നിന്നാലും നമുക്ക് ബുർജ് ഖലീഫ കാണാം. എന്തിന്, നമ്മുടെ വില്ലയിൽ നിന്നാൽ തന്നെ ഡെയിലി കാണാം. ദുബായ് ലൈഫിൽ ബുർജ് ഖലീഫ കാണാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയൂ, 95 കിലോമീറ്റർ ദൂരെ നിന്നാൽ വരെ നമുക്ക് ഇത് കാണാൻ കഴിയും. അത്ര വലുതാണിത്. ബുർജ് ഖലീഫ വരുന്നതിന് മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്ന തായ്പേയ് 101 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഏറ്റവും വലിയ ബിൽഡിംഗ്. അതിനെ വെട്ടിച്ചുകൊണ്ടാണ് ബുർജ് ഖലീഫ വന്നിട്ടുള്ളത്. ബുർജ് ഖലീഫിനെ പറ്റിയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതിന് വേണ്ടി ഒരു വീഡിയോ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ താൽക്കാലികം ഇത്ര പറഞ്ഞ് നിർത്തുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് വാങ്ങിയിട്ടുള്ള നമ്മുടെ ദുബായ് മാളാണ് കേട്ടോ. ഇവിടെ 1200-ലധികം ഷോപ്പിംഗ് സെന്ററുകൾ ഉണ്ട്. ലക്ഷറി ബ്രാൻഡ്സ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, പ്രാദേശിക ലോക്കൽ ഷോപ്സ്, അതുപോലെ തന്നെ ഐസ് സ്കേറ്റിംഗ്, തിയേറ്റേഴ്സ്, വെർച്വൽ റിയാലിറ്റീസ് എന്നിവ പോലുള്ള ഒരുപാട് ഫൺ അട്രാക്റ്റീവ്സ് ഉണ്ട്. ആയിരക്കണക്കിന് സമുദ്രജീവികളുള്ള കൂറ്റനൊരു അക്വേറിയം ഉണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് ദുബായ് മാളിൽ വന്നിട്ടുള്ളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആഹാ, ബെനലി, പോർഷെ, ലംബോർഗിനി, ജി വാഗൺ, ബെൻസ്, വീണ്ടും ബെനലി, ഒരുപാട് ലക്ഷറി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാളിൻ്റെ ഉള്ളിൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൗണ്ടൻ ഷോകളും ഇൻഡോർ തടാകങ്ങളും ഫാസ്റ്റ് ഫുഡ് മുതൽ ഫാൻസി റെസ്റ്റോറൻറ്റുകൾ വരെയുള്ള ധാരാളം ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്.
പിന്നെ നമ്മുടെ ബുർജ് ഖലീഫ തൊട്ടടുത്താണ്. ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള മറ്റ് കെട്ടിടങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ മെട്രോ ആയിട്ട് കണക്റ്റഡ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലവുമാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഷക്കാരെയും എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ ദുബായ് മാളിൻ്റെ ഒരു എൻട്രൻസ് ആണ്. നമ്മുടെ ദുബായ് മാളിൻ്റെ വീഡിയോയിൽ നമ്മൾ പാർക്കിങ്ങിൻ്റെ എൻട്രൻസിൽ കൂടിയാണ് അതിൽ കയറിയിട്ടുള്ളത്. ഇത് വേറൊരു എൻട്രൻസ് ആണ്. ഇതിനെ വാലറ്റ് പാർക്കിംഗ് എൻട്രൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഇപ്പോൾ ഏതായാലും ദുബായ് മാൾ കയറിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സൈൻ ഔട്ട് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ.